Hello, my dear students. Welcome to EduPort Learning App. മക്കളെ എല്ലാവരെയും എഡ്യൂപോർട്ട് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ബ്രിഡ്ജ് കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്താ മക്കളെ ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ SSLC എക്സാമിനേഷനൊക്കെ എഴുതി നല്ല മാർക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണ് അല്ലേ. മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും എല്ലാ വിഷയങ്ങൾക്കും A+ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ റിസൾട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ എന്ത് തീരുമാനിച്ചു കഴിഞ്ഞു? SSLC കഴിഞ്ഞ് +1 എത്തുന്ന സമയത്ത് നമ്മൾ സയൻസ് സ്ട്രീം തിരഞ്ഞെടുക്കും എന്ന് ഓൾറെഡി നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് എന്താണ് നമുക്ക് അവിടെ പഠിക്കാനുള്ള കാര്യങ്ങൾ. +1 നമ്മളെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് മറ്റൊന്നുമല്ല, നമ്മൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് +1ലും +2ലും പഠിക്കാനുള്ളത്. ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ഉയർന്ന ലെവലിൽ നമ്മൾ +1ലും +2ലും പഠിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പം മക്കളെ, ഒരു കാര്യം വളരെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്തത്. അതെന്താണ്? നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സ്ട്രീമുകൾ ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾ ഏത് തന്നെ തിരഞ്ഞെടുത്തു? ഏറ്റവും ബെസ്റ്റ് സ്കോപ്പ് നിങ്ങൾക്ക് സമ്മാനിക്കുന്ന സയൻസ് സ്ട്രീം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അതിന് ആദ്യം നിങ്ങളെ അഭിനന്ദിക്കാതെ എനിക്ക് ഈ ബ്രിഡ്ജ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? ആ തെരഞ്ഞെടുക്കലിന് പിന്നിൽ കൃത്യമായ കാരണങ്ങൾ ഉണ്ടാവും അല്ലേ. എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ എന്താഗ്രഹിക്കുന്നവരുണ്ടാവും? എഞ്ചിനീയറിങ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അതും കേരളത്തിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എഞ്ചിനീയറിങ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലേ. നല്ല ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലെ. വളരെ റെവല്യൂഷണറി മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന സയന്റിസ്റ്റുകളായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലെ. സിവിൽ സർവന്റുകളാവണം, IASഉം IPSഉം ആവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലെ. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള ഡ്രീമുമായിട്ടാണ് +1 സയൻസ് പഠിക്കാൻ നമ്മൾ തയ്യാറായി നിൽക്കുന്നത്. അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. SSLCയിൽ നമ്മൾ സ്കോർ ചെയ്യാൻ പോകുന്ന ആ ഒരു ഫുൾ A+ ഉണ്ടല്ലോ, അതേപോലെ നമുക്ക് +1ലും +2ലും സ്കോർ ചെയ്യാൻ കഴിയണം. അതിനുശേഷം നമ്മൾ എഴുതുന്ന എൻട്രൻസ് എക്സാമിനേഷന് അതേപോലെ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണോ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹം, ആ ഡ്രീമിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയണം. അങ്ങനെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവണം. അപ്പോഴാണ് +1ലേക്ക് എത്തുന്ന സമയത്ത് ആ കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങൾ ഒരു പോയിന്റ് പോലും നഷ്ടപ്പെടാതെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പിക്കണം. അല്ലെങ്കിൽ അതൊന്ന് റീഫ്രഷ് ചെയ്തെടുക്കണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ബ്രിഡ്ജ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഞാൻ നിങ്ങളുടെ കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. മൈസെൽഫ് യാസീൻ ഹുസൈൻ. എൻ്റെ പേര് യാസീൻ ഹുസൈൻ എന്നാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ അഥവാ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളത്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ആറ്റം മോഡൽസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, മെറ്റൽസിനെ കുറിച്ചും നോൺ മെറ്റൽസിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്, ഓർഗാനിക് കോമ്പൗണ്ടുകളെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, മോൾ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ. മോൾ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ പഠിച്ചത്, പിന്നെന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു ബ്രിഡ്ജ് കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി 2 പാർട്ട് ബ്രിഡ്ജ് കോഴ്സിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? എന്താണ് കെമിസ്ട്രി എന്ന് വളരെ മനോഹരമായി മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ. നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് സബ്ജക്റ്റുകൾ വന്ന് നിൽക്കും. ആ സബ്ജക്റ്റുകളിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാ?
കെമിസ്ട്രി അറിയുന്ന ഒരാൾ പറയും അത് കെമിസ്ട്രിയാണ് എന്ന്. ആ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസും എന്താണ് കെമിസ്ട്രി എന്നും ഒക്കെ നിങ്ങൾ ഇതിൻ്റെ മുന്നേയുള്ള പാർട്ടുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 3 പാർട്ട് വീഡിയോകളാണ്. ഓക്കെ, അതിൽ ആദ്യത്തെ പാർട്ടിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ആറ്റം മോഡൽസിനെ കുറിച്ചാണ്. ആരെക്കുറിച്ചാണ് മക്കളെ ഡിസ്കസ് ചെയ്യുന്നത്? ആറ്റം മോഡൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആറ്റം മോഡൽസിനെ കുറിച്ച് പറയുമ്പോൾ മക്കളെ ബേസിക്കലി നമ്മൾ അറിയേണ്ടത് സബ് അറ്റോമിക് പാർട്ടിക്കിളിനെ കുറിച്ചാണ്. പിന്നെ ഒരു കാര്യം ഞാൻ ആവർത്തിക്കട്ടെ, ഈ ആറ്റം മോഡൽസ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ. നിങ്ങൾക്കറിയാം ആറ്റം മോഡൽ എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ മാതൃക, എങ്ങനെയാണ് ആറ്റം ഉള്ളത് എന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതേ കാര്യം നിങ്ങൾ +1 എത്തുന്ന സമയത്ത് 2ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ആ 2ാമത്തെ ചാപ്റ്ററിന്റെ പേര് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ളതാണ്. ആറ്റത്തിന്റെ മാതൃക എന്നുള്ളത് തന്നെയാണ്. പറഞ്ഞത് മനസ്സിലായല്ലോ മക്കളെ? അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ് ഇനിയും പഠിക്കാനുള്ളത്. ആ എവിടെയാണോ നമ്മൾ നിർത്തിയത് അവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ആറ്റത്തെ കുറിച്ച് പറയുമ്പോൾ അതിനകത്തുള്ള പാർട്ടിക്കിളുകളെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയുമോ നമുക്ക്? ഒരിക്കലും ഇല്ല. ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ അത് മനസ്സിലാക്കിയതാണ് അല്ലെ? എന്താണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ഒരു ആറ്റം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പാർട്ടിക്കിളുകൾ ഉണ്ട്. എന്താ മക്കളെ? ഒരു ആറ്റം നമ്മൾ എടുത്താൽ അതിനകത്ത് ഒരുപാട് പാർട്ടിക്കിളുകൾ ഉണ്ട്. ആ പാർട്ടിക്കിളുകളെയാണ് എന്ത് വിളിക്കുക? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുക. മനസ്സിലായോ? ഒരു ആറ്റത്തിനകത്തുള്ള പാർട്ടിക്കിളുകളാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ. ഈ ടേം നിങ്ങൾ ഇപ്പൊ പഠിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം നമ്മൾ +1 എത്തുമ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മക്കളെ, ഒരു ആറ്റത്തിനകത്തുള്ള പാർട്ടിക്കിളുകളെയാണ് നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ആറ്റത്തിനകത്ത് ഏതൊക്കെ പാർട്ടിക്കിളുകളാണുള്ളത്? നമുക്കറിയുന്ന വളരെ പ്രധാനപ്പെട്ട പാർട്ടിക്കിളുകൾ 3 എണ്ണമാണ്. ഏതൊക്കെയാ മക്കളെ ആ 3 പാർട്ടിക്കിള്? നിങ്ങൾക്കറിയാം, ആ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് ഇലക്ട്രോൺ ആണ്. ആരാണ്? ഇലക്ട്രോൺ. ഈ സ്മോൾ ലെറ്റർ ഇ എന്തിനെ സൂചിപ്പിക്കുന്നതാ? ഇലക്ട്രോണിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ ആരാ ഉള്ളത് മക്കളെ? പിന്നെ ഉള്ളത് പ്രോട്ടോൺ ആണ്. ആരാണ്? പ്രോട്ടോൺ ആണ്. പിന്നെ ഉള്ളത് ആരാണ്? പിന്നെ ഉള്ളത് ന്യൂട്രോൺ ആണ്. ആണല്ലോ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ പാർട്ടിക്കിളുകളുടെയൊക്കെ ചാർജ് എന്താണ് എന്ന്. ഞാൻ ചോദിച്ച് എൻ്റെ ചോദ്യം അവസാനിപ്പിക്കുന്നതിന്റെ മുന്നേ തന്നെ മക്കൾ ഉറക്കെ വിളിച്ചു പറയൂ, എന്താ? ഇലക്ട്രോണിന്റെ ചാർജ് സാറേ അത് നെഗറ്റീവ് ആണ് എന്ന് പറയും നിങ്ങൾ അല്ലേ? അതേപോലെ പ്രോട്ടോണിന്റെ ചാർജ് സാർ അത് പോസിറ്റീവ് ആണ് എന്ന് ഉറക്കെ പറയും. ന്യൂട്രോണിനോ? ന്യൂട്രോണിന് ചാർജ് ഇല്ല. ചാർജ് ഇല്ലാത്ത ഒരു പാർട്ടിക്കിളാണ് നമ്മുടെ ന്യൂട്രോൺ എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. ശരിയല്ലേ? മക്കൾക്ക് അതെല്ലാം അറിയാം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു ആറ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ആറ്റത്തിന്റെ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ എവിടെയാ നിൽക്കുന്നത്? അത് അറിയാത്ത ആരുമില്ല. എന്താ മക്കളെ അതിന്റെ പോയിന്റ്? അതിന്റെ പോയിന്റ് വളരെ സിമ്പിൾ ആണ്. ഒരു ആറ്റത്തിന്റെ സെന്ററിൽ ആരുണ്ട്? ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ആരാണ്? ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആളുണ്ട് അല്ലെ? ആ ന്യൂക്ലിയസിന്റെ അകത്താണ് ആരുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. ഇത് മക്കൾക്ക് അറിയാത്ത കാര്യമല്ല, എന്നാലും ഞാനൊന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, അതേപോലെ ന്യൂട്രോൺ ഉണ്ട്. പിന്നെ എന്താ നമുക്കറിയുന്നത്? ആ ന്യൂക്ലിയസിന് ചുറ്റും ഒരുപാട് ഓർബിറ്റുകൾ ഉണ്ട്, അഥവാ ഷെല്ലുകളുണ്ട് അല്ലെ മക്കളെ? നിങ്ങൾ കഴിഞ്ഞ പാർട്ടില് ഷെല്ലുകളെ കുറിച്ചും സബ് ഷെല്ലുകളെ കുറിച്ചും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ആറ്റത്തിലുള്ള പാർട്ടിക്കിൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആറ്റം മോഡലിലേക്ക് കിടക്കും. റെഡിയല്ലേ? യെസ്. അപ്പൊ നോക്ക്, ഇവിടെ പ്രോട്ടോൺ ഉണ്ട്, ഇവിടെ ന്യൂട്രോൺ ഉണ്ട്. എവിടെയാ? രണ്ടും ന്യൂക്ലിയസിലാണ്.
ന്യൂക്ലിയസിന്റെ പുറത്ത് ആരാ ഉള്ളത്? ഒരുപാട് ഓർബിറ്റുകൾ ഉണ്ട്, അഥവാ ഷെല്ലുകൾ ഉണ്ട്. ആ ഷെല്ലിനകത്താണ് ആരിയിരിക്കുന്നത്? നമ്മുടെ ഇലക്ട്രോൺ ഇരിക്കുന്നത്. ഇതാരാ മക്കളെ? ഇത് ഇലക്ട്രോൺ ആണ്. ഇതല്ലേ ഒരു ആറ്റം എന്ന് പറയുന്നത്? ഇതാണോ ഒരു ആറ്റം എന്ന് പറയുന്നത്? ഇതാണ് ഒരു ആറ്റം. ഇപ്പം മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറക്കെ പറയും, ഒരു ആറ്റത്തിനകത്തുള്ള പാർട്ടിക്കിള്, പ്രധാനപ്പെട്ട പാർട്ടിക്കിളുകൾ അത് 3 എണ്ണമാണ്. ഒന്ന് ഇലക്ട്രോൺ ആണ്, പ്രോട്ടോൺ ആണ്, ന്യൂട്രോൺ ആണ്. അവരുടെ ചാർജ് ചോദിച്ചാൽ അതും നിങ്ങൾ പറയും പ്രോട്ടോൺ പോസിറ്റീവ് ആണ്, ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്, ന്യൂട്രോൺ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾ ആണ്. എവിടെയാണ് ഇവരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക? പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത് ന്യൂക്ലിയസിന്റെ അകത്താണ്. ന്യൂക്ലിയസിന് ചുറ്റും ഒരുപാട് ഓർബിറ്റുകൾ ഉണ്ട്, അഥവാ ഷെല്ലുകൾ ഉണ്ട്. ആ ഷെല്ലിലാണ് ആര് കിടക്കുന്നത്? നമ്മുടെ ഇലക്ട്രോൺസ് കിടക്കുന്നത് എന്ന് വളരെ ക്ലിയർ കട്ടായിട്ട് എല്ലാവർക്കും പറയാൻ കഴിയും. ക്ലിയർ ആണല്ലോ? പക്ഷേ മക്കളെ, ഇപ്പൊ നമുക്ക് ഒരു ആറ്റത്തിന്റെ മോഡൽ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ മാതൃക ഇങ്ങനെയാണെന്ന് അറിയാം. പക്ഷെ ഇത് ആദ്യ കാലങ്ങളിൽ അറിഞ്ഞിരുന്നോ? ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ആറ്റം മോഡലില് ഇങ്ങനെയായിരുന്നോ ആറ്റം ഉണ്ടായിരുന്നത്? ഒരിക്കലുമല്ല. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാലോ, ആദ്യമായിട്ട് ആറ്റം മോഡൽ അവതരിപ്പിച്ച സയന്റിസ്റ്റിന്റെ പേരെന്താ മക്കളെ? അല്ല, വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ, അതാണല്ലോ ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ. സബ് അറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആറ്റത്തിനകത്തുള്ള ഒരു പാർട്ടിക്കിൾ, അത്രേ അർത്ഥമാക്കുന്നുള്ളൂ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാരാ? മക്കൾ ഉറക്കെ വിളിച്ചു പറഞ്ഞേ, ഹൂ ഡിസ്കവേർഡ് ഇലക്ട്രോൺ? ആരാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. എന്താ പേര്? ജെ തോംസൺ. ആരാ മക്കളെ? ജെ തോംസൺ ആണ് ഇലക്ട്രോൺ നമ്മൾക്ക് കണ്ടെത്തി തന്നത്. ആ ഇലക്ട്രോണ് ജെ തോംസൺ എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നൊക്കെ നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ +1 പഠിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഞാൻ ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ആ ജെ തോംസൺ തന്നെയാണ് ആദ്യത്തെ ആറ്റം മോഡൽ അവതരിപ്പിക്കുന്നത്. ആ ആറ്റം മോഡലിന്റെ പേര് എന്താ മക്കളെ? തോംസൺസ് മോഡൽ ഓഫ് ആറ്റം എന്നാണ്. എന്ന് പറഞ്ഞാൽ തോംസണിന്റെ ആറ്റം മാതൃക. തോംസൺ അവതരിപ്പിക്കുന്ന ആറ്റം മോഡലിന് അദ്ദേഹത്തിന്റെ പേരല്ലേ കൊടുക്കുക. അപ്പൊ തോംസൺസ് മോഡൽ ഓഫ് ആറ്റം എന്താണ്? നമ്മൾ തോംസൺസ് മോഡൽ ഓഫ് ആറ്റത്തെ കുറിച്ച് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പോകുന്നില്ല കേട്ടോ മക്കളെ. കാരണം എന്താ? അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് തോംസൺ നമ്മളോട് പറയുന്നത്? തോംസൺ പറയുന്നത് ആറ്റം എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ച മക്കളെ, ആറ്റം എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ചാർജുള്ള ഒരു സ്ഫിയറാണ്. എന്താ മക്കളെ? ആറ്റം എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ചാർജുള്ള ഒരു സ്ഫിയർ ആണ് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ തോംസൺ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതൊരു സ്ഫിയർ ആണ് അല്ലെ? ഇതൊരു ഗോളമാണ്, ഒരു സ്ഫിയർ ആണ്. അതിന്റെ ചാർജ് എന്താണ് എന്നാണ് നമ്മളോട് തോംസൺ പറയുന്നത്? അത് പോസിറ്റീവ് ആണ്. അപ്പോ തോംസണിന്റെ അഭിപ്രായ പ്രകാരം ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? അത് പോസിറ്റീവ് ചാർജുള്ള ഒരു സ്ഫിയർ ആണ്. പിടികിട്ടിയോ? ഇനിയോ, ആ പോസിറ്റീവ് ചാർജുള്ള സ്ഫിയറിനകത്ത് ആരുണ്ട്? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആറ്റം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള ഒരു സ്ഫിയർ, അതിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ഇതാരാ? ഇത് ഇലക്ട്രോണുകളാണ്. ആരാ മക്കളെ? ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോ പോസിറ്റീവ് ചാർജുള്ള സ്ഫിയറിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് ആര് പറയുന്നത് നമ്മളോട്? ജെ തോംസൺ പറയുന്നത്. ഈ ആറ്റം മോഡലിനെയാണ് നമ്മൾ തോംസൺസ് മോഡൽ ഓഫ് ആറ്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്താണ് ജെ തോംസൺ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. അദ്ദേഹം പറയുന്നത് ആറ്റം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള ഒരു സ്ഫിയർ ആണ്.
പിന്നെന്താ പറയുന്നത്, അതിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, യൂണിഫോം ആയിട്ട് വളരെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് ജെ തോംസൺ നമ്മളോട് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കള്? യെസ്. ഇനി മക്കള് ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമുണ്ട്. എന്താണ് കാര്യം? ഈ ആറ്റം മോഡല് ഒന്ന് രണ്ട് കാര്യങ്ങളുമായിട്ട് റിസംബ്ലൻസ് കാണിക്കുന്നുണ്ട്. റിസംബ്ലൻസ് കാണിക്കുക എന്ന് പറഞ്ഞാൽ സാദൃശ്യം കാണിക്കുന്നുണ്ട്, ഒരു സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. എന്തുമായിട്ടാണ് സിമിലാരിറ്റി കാണിക്കുന്നത്? ഒന്ന് വാട്ടർമെലണുമായിട്ടാണ്. ആര്? വാട്ടർമെലൺ. ആരുമായിട്ടാ മക്കളെ? വാട്ടർമെലണുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ആരാണ്? വാട്ടർമെലൺ. വാട്ടർമെലൺ എന്ന് പറഞ്ഞാൽ എന്താ? തണ്ണിമത്തൻ അല്ലേ? തണ്ണിമത്തൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആ തണ്ണിമത്തൻ നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു തണ്ണിമത്തൻ നമ്മൾ എടുത്തു, ഇതൊരു തണ്ണിമത്തനാണ്, അത് നമ്മൾ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് ഈ പീസ് എടുത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാ ഉണ്ടാവുക? ഒരു റെഡ് പോർഷൻ അല്ലേ ഉണ്ടാവുക? അല്ലേ മക്കളെ? ഇപ്പോൾ നമ്മുടെ യെല്ലോ കളറിലുള്ള തണ്ണിമത്തനൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ആ റെഡ് കളറിലുള്ള തണ്ണിമത്തൻ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാണാൻ കഴിയുക? ഒരു റെഡ് പോർഷൻ നമുക്ക് കാണാൻ കഴിയും. ഏതുപോലെ? തോംസണിന്റെ ആറ്റം മോഡലില് ഒരു പോസിറ്റീവ് ചാർജുള്ള സ്ഫിയർ ആണ് ആറ്റം എന്നല്ലേ പറഞ്ഞത്? അതുപോലെ നമ്മുടെ വാട്ടർമെലൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് പോർഷനിലുള്ള ആ ഒരു റീജിയൻ നമുക്ക് കിട്ടും. അതിനകത്ത് ആരുണ്ട്? അതിൽ ബ്ലാക്ക് കളറിലുള്ള ആ തണ്ണിമത്തന്റെ സീഡുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തത് കാണുന്നില്ലേ നമ്മൾ തണ്ണിമത്തനില്? അപ്പൊ നമ്മുടെ തോംസണിന്റെ ആറ്റം മോഡല് വാട്ടർമെലണുമായിട്ട് ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ ഒരു റിസംബ്ലൻസ് അല്ലെങ്കിൽ ഒരു സാദൃശ്യം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് പറയുന്നുണ്ട്? തോംസണിന്റെ ആറ്റം മോഡൽ വാട്ടർമെലൺ മോഡൽ ഓഫ് ആറ്റം ആണ്. വാട്ടർമെലൺ മോഡൽ ഓഫ് ആറ്റം ആണ് എന്ന് പറയുന്നുണ്ട്. എന്താ മക്കളെ പറയുന്നത്? വാട്ടർമെലൺ മോഡൽ ഓഫ് ആറ്റം. അതുമായിട്ട് സാദൃശ്യമുള്ളത് കൊണ്ട് അതിന്റെ പേരങ്ങ് വെച്ചു കൊടുത്തു. ഇറ്റ്സ് എ വെരി സിമ്പിൾ ഐഡിയ അല്ലേ? ഇനി നമ്മള് പുഡിങ് കഴിച്ചിട്ടില്ല മക്കളെ? പുഡിങ്. അപ്പൊ പുഡിങ്ങുമായിട്ടും ആർക്ക് സാദൃശ്യമുണ്ട്? നമ്മുടെ തോംസന്റെ ആറ്റം മോഡലിന് സാദൃശ്യമുണ്ട്. എന്ത് പുഡിങ്ങാ? പ്ലം പുഡിങ്. നമ്മൾ പുഡിംഗ് ഒക്കെ അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ പ്ലംസ് ഒക്കെ അങ്ങ് എന്താ പറയുക, വിതറുന്നൊരു പരിപാടിയില്ലേ, പ്ലമ്മുകൾ. അതാണ് പ്ലം പുഡിംഗ് എന്ന് പറയുന്നത് അല്ലേ? ആ പ്ലം പുഡിംഗ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പിലുള്ള പുഡിംഗ് ആണെന്ന് വിചാരിക്കുക. ആ റൗണ്ട് ഷേപ്പിലുള്ള പുഡിംഗ് എന്തുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം? പോസിറ്റീവ് ചാർജ് ഉള്ള സ്ഫിയറുമായി കണക്ട് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആ പ്ലംസ് ഇല്ലേ, അതെന്താണ്? അത് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇലക്ട്രോണുമായിട്ട് സിമിലാരിറ്റി ഉണ്ട് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ വാട്ടർമെലൺ മോഡൽ ഓഫ് ആറ്റം എന്ന് മാത്രമല്ല ഇത് അറിയപ്പെടുന്നത്, എന്തും അറിയപ്പെടുന്നുണ്ട്? പ്ലം പുഡിംഗ് മോഡൽ എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താ മക്കളെ അറിയപ്പെടുന്നുണ്ട്? പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം. അപ്പൊ മക്കളെ രണ്ട് കാര്യങ്ങൾ, ഇനിയും കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. പക്ഷെ ഞാനിപ്പോൾ അത് പറയുന്നില്ല. കാരണം ഇതേപോലെ തന്നെ നമുക്ക് എവിടെ പഠിക്കാനുണ്ട്? നമ്മുടെ +1 രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ ബേസിക് ആയിട്ടുള്ള ഐഡിയ മാത്രമേ തരുന്നുള്ളൂ. എന്താണ് തോംസണിന്റെ ആറ്റം മോഡൽ? അദ്ദേഹം പറയുന്നത് ആറ്റം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സ്ഫിയർ ആണ്. ആ പോസിറ്റീവ് ചാർജ് ഉള്ള സ്ഫിയറിനകത്ത് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ആറ്റം മോഡൽ ആരുമായിട്ടാണ് റിസംബ്ലൻസ് കാണിക്കുന്നത്, സാദൃശ്യം കാണിക്കുന്നത്? അത് വാട്ടർമെലണുമായിട്ട് റിസംബ്ലൻസ് കാണിക്കുന്നുണ്ട്. പ്ലം പുഡിങ്ങുമായിട്ട് റിസംബ്ലൻസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേരിലും നമ്മുടെ തോംസണിന്റെ ആറ്റം മോഡൽ അറിയപ്പെടുന്നുണ്ട് എന്നത് മക്കൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്. ഇനി എന്താ നമുക്ക് പറയാനുള്ളത്? ഈ ആറ്റം മോഡലിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? തീർച്ചയായും പ്രശ്നമുണ്ട്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? ഈ ആറ്റം മോഡൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി, അതിന്റെ സ്ഥിരത നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കഴിയില്ല മക്കളെ. ഒരു ആറ്റം എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഒരു ആറ്റം എപ്പോഴാണ് നിലനിൽക്കുന്നത്,
അതിന് സ്റ്റെബിലിറ്റി ഉണ്ടാവുമ്പോഴല്ലേ. അപ്പൊ ഒരു ആറ്റം മോഡൽ ഉപയോഗിച്ച് ഒരു ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരത എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു അർത്ഥമേ ഉള്ളൂ. അതെന്താണ്? നമ്മുടെ കയ്യിലുള്ള ആറ്റം മോഡൽ ഉണ്ടല്ലോ, അത് ശരിയായ ആറ്റം മോഡൽ അല്ല, അത് കൃത്യമായ ആറ്റം മോഡൽ അല്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷൻ ആട്ടോ. ഇനിയും ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ആറ്റം മോഡൽ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്താ ചെയ്യുക? യഥാർത്ഥ ആറ്റം മോഡൽ കണ്ടുപിടിക്കണം. എന്താണ്? യഥാർത്ഥ ആറ്റം മോഡൽ കണ്ടുപിടിക്കണം. അതിനാരാ വരുന്നത്? ആരാ മക്കളെ വരുന്നത്? അതിന് വരുന്ന ആളാണ് ഏണസ്റ്റ് റുദർഫോർഡ്. കേട്ടിട്ടില്ലേ ആളെ പേര്? ഏണസ്റ്റ് റുദർഫോർഡ് എന്തിനു വേണ്ടി വരികയാണ്? യെസ്, തോംസൺ പരാജയപ്പെട്ടു. എന്തിന്? ആറ്റത്തിന്റെ കൃത്യമായ മോഡൽ കണ്ടെത്താൻ തോംസൺ പരാജയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ എനിക്കത് കണ്ടുപിടിക്കണം എന്നുള്ള ആവേശത്തോടും വാശിയോടും കൂടെയാണ് ആര് വരുന്നത്? ഏണസ്റ്റ് റുദർഫോർഡ് വരുന്നത്. യെസ്, അയാൾ വെറുതെ അങ്ങനെ വരികയല്ല, പിന്നെന്താ? ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനാണ് അദ്ദേഹം ഓടി വരുന്നത്. ഏതാ എക്സ്പെരിമെന്റ്? നമ്മൾ പഠിച്ച അതേ എക്സ്പെരിമെന്റ്. എന്താ എക്സ്പെരിമെന്റ് വിളിക്കുന്നത്? റുദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. എന്താ മക്കളെ? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. നിങ്ങൾ ഓർക്കുന്നുണ്ട്, നമ്മൾ 9th സ്റ്റാൻഡേർഡിലല്ലേ മക്കളെ അത് പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? റുദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്നൊക്കെ നമ്മൾ അതിനെ പറയുന്നുണ്ട്. ഓർക്കുന്നില്ലേ? എന്താണ് അതിന്റെ ഉദ്ദേശം? ആറ്റത്തിന്റെ കൃത്യമായ മാതൃക കണ്ടെത്തുക. ഇതാണ് ഏണസ്റ്റ് റുദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. എന്തായിരുന്നു ആ എക്സ്പെരിമെന്റ്? മക്കൾ ഓർക്കുന്നുണ്ട്? ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും കൊണ്ടുവരിക, അതുമാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ? ഈ കാര്യം ഇതേപോലെ നമ്മൾ +1 ചാപ്റ്ററിൽ പറയും. മനസ്സിലായോ? അപ്പൊ അത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്കത് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി കഴിയും. പിടികിട്ടിയോ ഐഡിയ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം, എന്താണ് റുദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. വളരെ സിമ്പിൾ ആണ്. ആദ്യം അദ്ദേഹം ചെയ്യുന്നത് ഗോൾഡ് ഫോയിലിന്റെ വളരെ തിന്നായിട്ടുള്ള ഒരു ഷീറ്റ് എടുക്കുക. വളരെ തിന്നായിട്ടുള്ള ഗോൾഡ്, വളരെ കനം കുറഞ്ഞ, വളരെ കട്ടി കുറഞ്ഞ എന്തെടുക്കുക? ഗോൾഡ് ഫോയിലിന്റെ ഒരു ഷീറ്റ് എടുക്കുക. എന്നിട്ടോ അതിലേക്ക് അദ്ദേഹം ആൽഫ റേഡിയേഷൻ കടത്തിവിടുന്നു. എന്താ കടത്തിവിടുന്നത്? ആൽഫ റേഡിയേഷൻ കടത്തിവിടുന്നു, അഥവാ ആൽഫ പാർട്ടിക്കിളുകൾ കടത്തിവിടുന്നു. ആൽഫ പാർട്ടിക്കിൾ എവിടുന്ന കിട്ടുക? ആൽഫ റേഡിയേഷൻ തുടർച്ചയായി എമിറ്റ് ചെയ്യുന്ന ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് എടുത്താൽ മതി. അതാരാ മക്കളെ? അതിന്റെ എക്സാമ്പിൾ ആണ് റേഡിയം എന്ന് പറയുന്നത്. ഇപ്പൊ ചില ആളുകളുടെ മനസ്സിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്താണ് റേഡിയോ ആക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ? ഞാൻ എന്താ അതിൻ്റെ ഇടയിൽ പറഞ്ഞത്? തുടർച്ചയായിട്ട് ആൽഫ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് എടുക്കുക എന്നല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ എന്താ റേഡിയോ ആക്റ്റീവ് എലമെന്റ്? അതൊന്നും ആലോചിച്ച് ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട. ചില ആളുകളുടെ മനസ്സിൽ സംശയം വന്നതുകൊണ്ട് ഞാൻ പറയാം. തുടർച്ചയായി റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന എലമെന്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റേഡിയോ ആക്റ്റീവ് എലമെന്റ് എന്ന് വിളിക്കുക. അങ്ങനെയുള്ള ഒരു എലമെന്റ് ആണ്, ഒരു മൂലകമാണ് ആര്? റേഡിയം എന്ന് പറയുന്നത്. ആ റേഡിയത്തിന്റെ സിംബലാണ്, അതിന്റെ പ്രതീകമാണ് Ra എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ Ra റേഡിയം എന്ത് ചെയ്യും? എപ്പോഴും ആൽഫ റേഡിയേഷൻ ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അവിടെ ആ പ്ലേറ്റിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ഹോളിലൂടെ ആൽഫ റേഡിയേഷൻ എന്തിലേക്ക് കടന്നു പോവാണ്? നമ്മുടെ ഗോൾഡ് ഫോയിലിലൂടെ കടന്നു പോവുക.
എന്താണ് റുദർഫോർഡ് നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഈ ഗോൾഡ് ഫോയിലൂടെ കടന്നു പോകുന്ന ആൽഫ പാർട്ടിക്കിളുകൾ അല്ലെങ്കിൽ ആൽഫ റേഡിയേഷൻ അത് നേരെ തന്നെയാണോ പോകുന്നത്, അല്ല അത് എങ്ങോട്ടെങ്കിലും ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടോ, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടെങ്കിലും മാറുന്നുണ്ടോ? ഇതാണ് റുദർഫോർഡ് നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്താണ് ഈ ഗോൾഡ് ഇതെന്താ സാധനം? ഇതെന്താ മക്കളെ? ഇത് ഗോൾഡ് ഫോയിലാണ്. ആരാണ്? ഗോൾഡ് ഫോയിൽ. ഓക്കെ, ആ ഗോൾഡ് ഫോയിലൂടെ കടന്നു പോകുന്ന ആൽഫ റേഡിയേഷൻ അത് നേരെ തന്നെയാണോ പോകുന്നത്, അല്ലെങ്കിൽ അത് എങ്ങോട്ടെങ്കിലും ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇതാണ് ആര് നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? നമ്മുടെ റുദർഫോർഡ് നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മക്കളെ. അപ്പൊ ഞാൻ നോക്ക്, ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ആ ആൽഫ റേഡിയേഷൻ നേരെയാണോ തിരിഞ്ഞാണോ പോകുന്നതെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താ? ഈ പാർട്ടിക്കിളുകളെ ഒന്നും നമുക്ക് കാണാൻ പോലും കഴിയില്ലല്ലോ. ശരിയല്ലേ പറഞ്ഞത്? യെസ്. അപ്പൊ നമുക്കത് കാണണമെങ്കിൽ നമ്മൾ ഗോൾഡ് ഫോയിലിന് ചുറ്റും എന്ത് വെക്കേണ്ടതുണ്ട്? ഒരു ഫ്ലൂറസെന്റ് മെറ്റീരിയൽ വെക്കേണ്ടതുണ്ട്. എന്താ വെക്കേണ്ടത്? ഫ്ലൂറസെന്റ് മെറ്റീരിയൽ. അത് പറഞ്ഞപ്പോൾ അവിടെയും പ്രശ്നം വന്നു. എന്താ ചിലരുടെ മനസ്സിലുള്ള ചോദ്യം, എന്താണ് ഈ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ? അതൊന്നുമില്ല മക്കളെ, ഒരു എനർജി ഉള്ള ഒരു പാർട്ടിക്കിൾ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന സ്വഭാവമുള്ള ആ സബ്സ്റ്റൻസുകളെയാണ് ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുക, ഫ്ലൂറസെന്റ് മെറ്റീരിയൽ എന്ന് വിളിക്കുക. ഇതും നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. നമ്മൾ രാത്രിയിൽ നമ്മുടെ ബൈക്കിൽ അല്ലെങ്കിൽ കാറിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വണ്ടിയുടെ ലൈറ്റ് ചില ബോർഡിലൊക്കെ തട്ടുമ്പോൾ ആ ബോർഡ് നല്ല ബ്രൈറ്റ് ആയിട്ട് കാണുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ പുതിയ റോഡുകളിലൂടെ ഒക്കെ പോകുമ്പോൾ അതിന്റെ രണ്ട് സൈഡിലും എന്തുണ്ട്? ചില കട്ടകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതെന്തിനാ? നമ്മുടെ ലൈറ്റ് അങ്ങ് തട്ടുന്ന സമയത്ത് നല്ല ബ്രൈറ്റ് ആയിട്ട് അങ്ങ് തിളങ്ങും. അപ്പൊ നമ്മുടെ റോഡിന്റെ കറക്റ്റ് ഡയറക്ഷൻ നമുക്ക് മനസ്സിലാവും. അതൊക്കെ എന്താണ്? ഫ്ലൂറസെന്റ് മെറ്റീരിയലുകളാണ്. എന്താണ്? ഫ്ലൂറസെന്റ് മെറ്റീരിയൽ. അങ്ങോട്ട് എനർജി ഉള്ള ഒരു പാർട്ടിക്കിൾ അങ്ങ് തട്ടിക്കഴിഞ്ഞാൽ, ലൈറ്റ് എന്ന് പറഞ്ഞാൽ എനർജിയാണ്, എനർജിയുള്ള ഒരു എന്താ പറയുക വേവ് ആണ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ലൈറ്റ് എമിറ്റ് ചെയ്യും. ആ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നല്ല ബ്രൈറ്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫ്ലൂറസെന്റ് മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ ഗോൾഡ് ഫോയിലിന് ചുറ്റും വെക്കേണ്ടതുണ്ട്. നമ്മൾ ഏതാ വെക്കാറുള്ളത്? നമ്മൾ സാധാരണ വെക്കാറുള്ളത് സിങ്ക് സൾഫൈഡ് ആണ്. എന്താ മക്കളെ? സിങ്ക് സൾഫൈഡ് ആണ്. ഈ എക്സ്പെരിമെന്റ് വളരെ ചെറിയ രൂപത്തിൽ നമ്മൾ അവിടെ പഠിച്ചതാണ്. 9ാം ക്ലാസ്സിലാണ് പഠിച്ചത്. ഓർക്കുന്നുണ്ടോ മക്കളെ? യെസ്. അപ്പൊ ഞാൻ പറയുന്നത് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീണ്ടും പറയുന്നുണ്ട്, ആരും പേടിക്കേണ്ടതില്ല. പക്ഷെ അത് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ റുദർഫോർഡ് ചെയ്യുന്നത്? ഒരു ഗോൾഡ് ഫോയിലിന്റെ ഒരു തിൻ ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് ആൽഫ പാർട്ടിക്കിൾ കടത്തിവിടുന്നു. എന്നിട്ട് അദ്ദേഹം നോക്കുന്നു, എന്താ അത് നേരെയാണോ പോകുന്നത് അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. അദ്ദേഹത്തിന് നോക്കിയാൽ അത് കാണാൻ വേണ്ടി കഴിയില്ല. അപ്പൊ അത് മനസ്സിലാവാനാണ് ഇതിന് ചുറ്റും സിങ്ക് സൾഫൈഡിന്റെ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുള്ളത്. അപ്പൊ നോക്ക് മക്കളെ, ഇത് കടത്തിവിടുന്ന സമയത്ത് ഇവിടെയാണ് നമുക്ക് ലൈറ്റ് കിട്ടുന്നത്. എവിടെയാണ്? ഇവിടെയാണ് ലൈറ്റ് കിട്ടുന്നത് എങ്കിൽ നമുക്കൊരു കാര്യം പറയാം. എന്താണ്? ഈ ആൽഫ റേഡിയേഷൻ അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ എങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്തിട്ടില്ല, അത് നേരെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ ആ ലൈറ്റ് കിട്ടുന്നത് എങ്കിലോ നമുക്കൊരു കാര്യം പറയാം, അത് നേരെയല്ല പോയത്, മറിച്ച് ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഇനി ഇവിടെയാണ് ലൈറ്റ് കിട്ടുന്നത് എങ്കിലോ നമുക്ക് പറയാം അത് നേരെയല്ല പോയത്, അത് ചെറിയ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഇനി ഇവിടെ ലൈറ്റ് കിട്ടുന്നത് എങ്കിലോ അത് നേരെയല്ല പോയത്, അത് കൂടുതൽ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇതാണ് അദ്ദേഹം ചെയ്ത് എന്തെന്ന് പറയുന്നത്? എക്സ്പെരിമെന്റ്. എന്താണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്? തോംസൺ പരാജയപ്പെട്ടു. എന്തിന്? ഈ ആറ്റത്തിന്റെ കൃത്യമായ മാതൃക നമുക്ക് പറഞ്ഞു തരാൻ. എന്നാൽ അത് ഞാൻ പറഞ്ഞു കൊടുക്കും നമ്മുടെ ജനങ്ങൾക്ക് എന്നതാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ലക്ഷ്യം. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റ് ആണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. അത് തന്നെയാണ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന പേരിലും അറിയപ്പെടുന്നത്. എന്താണത്? ഒന്നുമില്ല, വളരെ സിമ്പിള്. ഒരു ഗോൾഡ് ഫോയിലിന്റെ വളരെ തിന്നായിട്ടുള്ള ഒരു ഷീറ്റ് എടുത്ത് അതിലൂടെ ആൽഫ പാർട്ടിക്കിൾ കടത്തിവിട്ട്
ആ ആൽഫ പാർട്ടിക്കിള് എങ്ങോട്ടെങ്കിലും ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണോ പോകുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നു. ഇതല്ലേ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്. സിമ്പിളായി പറഞ്ഞാൽ യെസ്, ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട 3 ഒബ്സർവേഷൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾ പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. എന്തായിരുന്നു അദ്ദേഹത്തിന് കിട്ടുന്ന ആദ്യത്തെ ഒബ്സർവേഷൻ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിരീക്ഷണം എന്താ? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിളും എങ്ങനെയാണ് ഈ ഗോൾഡ് ഫോയിലൂടെ കടന്നു പോകുന്നത്? വിത്തൗട്ട് എനി ഡീവിയേഷൻ ആണ് എന്ന് പറഞ്ഞാൽ മക്കളെ, ഒന്നാമത്തെ ഒബ്സർവേഷൻ മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 99.9% ആൽഫ പാർട്ടിക്കിളും ഗോൾഡ് ഫോയിലിലൂടെ കടന്നു പോകുന്നത് എങ്ങനെയാണ്? ഒരു ഡീവിയേഷനും ഇല്ലാതെയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ കണ്ടെത്തൽ. രണ്ടാമത്തെ കണ്ടെത്തൽ എന്താ മക്കളെ? രണ്ടാമത്തെ കണ്ടെത്തൽ ഫ്യൂ ആൽഫ പാർട്ടിക്കിള്. എന്താ മക്കളെ? ഫ്യൂ ആൽഫ പാർട്ടിക്കിള് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൽഫ, ഓൾറെഡി 99.9 പോയിട്ടോ, പിന്നെ ബാക്കിയുള്ളതിൽ കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ ആംഗിൾ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് മക്കളെ ഇത്. ഇവിടെ നോക്ക്, ചെറിയ ആംഗിൾ ഡീവിയേറ്റ് ചെയ്തിട്ടല്ലേ ഇവിടെ എത്തുന്നത്. ഇതും ചെറിയ ആംഗിൾ ഡീവിയേറ്റ് ചെയ്തിട്ടല്ലേ. ഈ ചെറിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 90 ഡിഗ്രിനേക്കാളും കുറവുള്ള ആംഗിൾ. എന്താണ്? 90 ഡിഗ്രിനേക്കാളും കുറവുള്ള ആംഗിളിനെയാണ് ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ആണ്. അപ്പൊ എന്താ ചെയ്തത്? 99.9% ആൽഫ പാർട്ടിക്കിളും അഥവാ മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിളും, ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിളിനും ഒരു ഡീവിയേഷനും സംഭവിച്ചിട്ടില്ല. അതേസമയം കുറച്ച് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ ഒബ്സർവേഷൻ. എന്താ മക്കളെ മൂന്നാമത്തെ ഒബ്സർവേഷൻ? വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ. എന്താണ്? വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ. ഇനി അവിടെ അവശേഷിക്കുന്ന വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ ഉണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യുന്നു? വളരെ കുറച്ച് എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 1 in 20,000 ആണ്. എത്ര മക്കളെ? 1 in 20,000 എന്ന് പറഞ്ഞാൽ 20,000 ആൽഫ പാർട്ടിക്കിൾ കടത്തി വിടുമ്പോൾ അതിൽ ഒരാൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഗ്രേറ്റർ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്യുന്നത്. എന്താണ്? ഗ്രേറ്റർ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്യുക. ഗ്രേറ്റർ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിനേക്കാളും കൂടുതൽ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്യുക. നമുക്ക് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയിൽ ഡീവിയേറ്റ് ചെയ്യുക. അല്ലെങ്കിലോ ബൗൺസ് ബാക്ക് ചെയ്യുക. ഒന്നെങ്കിൽ കൂടുതൽ ആംഗിളിൽ അത് ഡീവിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ബൗൺസ് ബാക്ക് ചെയ്യുക. ബൗൺസ് ബാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പോയ പോലെ തിരിച്ചു വരിക. അതാണ് ബൗൺസ് ബാക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളെ. അപ്പോൾ റുദർഫോർഡിന്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന് 3 പ്രധാനപ്പെട്ട ഒബ്സർവേഷൻസ് ആണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്താണ്? കൂടുതൽ ആൽഫ പാർട്ടികളും 99.9% ആൽഫ പാർട്ടികളും ഒരു ഡീവിയേഷനും ഇല്ലാതെ ഗോൾഡ് ഫോയിലൂടെ കടന്നുപോയി. രണ്ടാമത്തെ എന്താ? കുറച്ച് ആളുകൾ ചെറിയ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്തു. വളരെ 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 കുറച്ച് ആളുകൾ ഒന്നെങ്കിൽ കൂടുതൽ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് തിരിച്ചുപോയി. ഇതാണ് അദ്ദേഹത്തിന്റെ 3 ഒബ്സർവേഷൻസ്, 3 നിരീക്ഷണങ്ങൾ. ആ 3 ഒബ്സർവേഷനിൽ നിന്ന് അദ്ദേഹം മക്കളെ 3 കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്താണ് മക്കൾ ഓർക്കുന്നുണ്ട്? എന്താണ് അദ്ദേഹത്തിന്റെ ഇതിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻ? എന്താണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്? ഈ മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിളും ഒരു ഡീവിയേഷനും ഇല്ലാതെ കടന്നുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മക്കളെ? എപ്പോഴാ ഡീവിയേഷൻ ഉണ്ടാവും? മക്കൾ പറയും നോക്ക്, ഇതൊരു ആൽഫ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കുക. ഈ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വന്ന് ഇതിന് ഒരു ഡീവിയേഷൻ ഉണ്ടാവണമെങ്കിൽ അതിനൊരു തടസ്സം ഉണ്ടാവണ്ടേ? ഒരു തടസ്സം ഉണ്ടാവുമ്പോഴല്ലേ അതിൽ തട്ടി ഡീവിയേറ്റ് ചെയ്യുള്ളൂ. അല്ലാതെ ഒരു തടസ്സവും ഇല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്യും, അത് കറക്റ്റ് ആയിട്ട് പോവില്ലേ? ഇവിടെ എന്താ സംഭവിച്ചത്? 99.9% ആൽഫ പാർട്ടിക്കിളിനും ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടല്ലേ ഒരു ഡീവിയേഷനും ഇല്ലാതെ പോയത്. ഒരു തടസ്സവും ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ആരുമില്ല. ആരെങ്കിലും ഉണ്ടായാലല്ലേ മക്കളെ തടസ്സപ്പെടുത്തുക. അപ്പൊ ഒന്നാമത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ആറ്റത്തിനകത്തുള്ള മോസ്റ്റ് ഓഫ് ദ സ്പേസ്, എന്താ മക്കളെ? മോസ്റ്റ് ഓഫ് ദ സ്പേസ്, ആറ്റത്തിനകത്തുള്ള മോസ്റ്റ് ഓഫ് ദ സ്പേസ്, കൂടുതൽ സ്പേസും എന്താണ്? എംപ്റ്റി ആണ്. എന്താ മക്കളെ? എംപ്റ്റി ആണ്. എംപ്റ്റി എന്ന് പറഞ്ഞാൽ അത് കാലിയാണ്. അവിടെ ആരുമില്ല. ആരും ഇല്ലാത്തത് കൊണ്ടാണ് അതിനൊരു തടസ്സവും ഇല്ലാത്തത്. ഒരു തടസ്സവും ഇല്ലാത്തത് കൊണ്ടാണ് എങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്യാതെ നേരെ തന്നെ അയാൾ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്.
ക്ലിയർ ആണല്ലോ മക്കളെ പറഞ്ഞത്? യെസ്, ഇതാണ് ഒന്നാമത്തെ കൺക്ലൂഷൻ. ഇനി എന്താ രണ്ടാമത്തെ കാര്യം പറയുന്നത്? രണ്ടാമത്തെ കാര്യം മക്കളെ, ഇവിടെ എന്താ, കുറച്ച് ആളുകള് ചെറിയ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആരാ വരുന്നത്? വരുന്ന ആള് ആൽഫ പാർട്ടിക്കിളാ. ആരാ വരുന്നത്? ആൽഫ പാർട്ടിക്കിളാ. ആൽഫ പാർട്ടിക്കിളിന് ഒരു ചാർജ് ഉണ്ട്. എന്താ ചാർജ്? ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് പോസിറ്റീവ് ചാർജാ. അപ്പൊ നോക്ക്, ഇങ്ങനെ വരുന്ന പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫ പാർട്ടിക്കിള് ഇവിടെ എത്തുന്ന സമയത്ത് അങ്ങ് ഡീവിയേറ്റ് ചെയ്യുക. ആ ഡീവിയേഷൻ ഉണ്ടാവണമെങ്കിൽ അതിനൊരു റിപ്പൾഷൻ ഉണ്ടാവണ്ടേ? നോക്ക് മക്കളെ, ഇങ്ങനെ വരുന്ന ആള് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് എന്തോ ഒരു റിപ്പൾഷൻ ഉണ്ടാവണ്ടേ? ആരാണ് പോസിറ്റീവ് ചാർജ് ഉള്ള ആളെ റിപ്പൽ ചെയ്യുക? അറിയാത്ത ആരുമില്ല. എന്താ റിപ്പൾഷൻ എന്ന് പറഞ്ഞാൽ? വികർഷണം. എന്താ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? ആകർഷണം. എപ്പോഴാണ് ആകർഷണവും വികർഷണവും ഉണ്ടാവുക? അട്രാക്ഷനും റിപ്പൾഷനും ഉണ്ടാവുക. സെയിം ചാർജ് വന്നാൽ റിപ്പൾഷൻ ആണ്, ഓപ്പോസിറ്റ് ചാർജ് വന്നാൽ അട്രാക്ഷൻ ആണ്. ഇവിടെ നോക്ക്, ഇങ്ങനെ വരുന്ന ഒരാള് പെട്ടെന്ന് തെറിച്ചു പോവാന്ന് പറഞ്ഞാൽ എന്താ? അവിടെ റിപ്പൾഷൻ ഉണ്ടാവുക. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫ പാർട്ടിക്കിളിന് റിപ്പൾഷൻ ഉണ്ടാവണമെങ്കിൽ ആറ്റത്തിനകത്ത് ആരുണ്ടാവും? പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്തൂടെ മക്കളെ? അതാണ് രണ്ടാമത്തെ കൺക്ലൂഷൻ. പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫ പാർട്ടിക്കിളിന് റിപ്പൾഷൻ അനുഭവപ്പെടണമെങ്കിൽ ആറ്റത്തിനകത്ത് ആരുണ്ട്? പോസിറ്റീവ് ചാർജ് ഉള്ള ആരുണ്ട്? പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ ആറ്റത്തിന്റെ അകത്ത് പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സ്ഥലം ഉണ്ട് എന്ന് പറയാം. പറഞ്ഞൂടെ? എന്നാലല്ലേ പോസിറ്റീവ് ചാർജ് ഉള്ള ആൾ വരുമ്പോ റിപ്പൾഷൻ ഉണ്ടാവുകയുള്ളൂ, വികർഷണം ഉണ്ടാവുകയുള്ളൂ. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ അതാണ് രണ്ടാമത്തെ കൺക്ലൂഷൻ. ഒന്നാമത്തെ കൺക്ലൂഷൻ എന്താ? ആറ്റത്തിനകത്ത് മോസ്റ്റ് ഓഫ് ദ സ്പേസും കാലിയാണ്, എംപ്റ്റി ആണ്. രണ്ടാമത്തെ കൺക്ലൂഷൻ എന്താ? ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്തൂടെ മക്കളെ? യെസ്, അതാണ് രണ്ടാമത്തെ കൺക്ലൂഷൻ. ഇനി നോക്ക്, വളരെ കുറഞ്ഞ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ 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 കുറഞ്ഞ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നെങ്കിൽ തിരിച്ചു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ആരായിരിക്കും മക്കളെ തിരിച്ചു വരിക? തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ നോക്ക്, ഇതല്ലേ നമ്മുടെ പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിള്. ആ പാർട്ടിക്കിളിലേക്ക് നേരിട്ട് വന്ന് ഇടിക്കുന്ന ആളല്ലേ മക്കളെ? നമ്മൾ പറഞ്ഞു ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ആണ്. അപ്പൊ അയാൾ നേരിട്ട് ഇയാളെ വന്നങ്ങ് ഇടിച്ചാൽ ആ പോയ പോലെ തന്നെ തിരിച്ചു വരും. ഇങ്ങനെയല്ലേ ഉണ്ടാവുക? അപ്പോൾ ബൗൺസ് ബാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ, നേരിട്ട് അയാളെ പോയി ഇടിക്കുന്ന ആളാണ് സ്വാഭാവികമായും എന്ത് ചെയ്യുക? തിരിച്ചു വരിക. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്. പക്ഷെ നോക്ക്, അങ്ങനെ തിരിച്ചു വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അല്ലെങ്കിൽ അതിൽ തട്ടി ഗ്രേറ്റർ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. അതെന്താ? ഇവിടെ നമ്മൾ പറഞ്ഞ ആ പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ഇല്ലേ മക്കളെ, ആ പാർട്ടിക്കിളിൻ്റെ സൈസ് ഉണ്ടല്ലോ, ആ പാർട്ടിക്കിളിൻ്റെ സൈസ് ഉണ്ടല്ലോ, ആ സൈസ് എന്താണ്? വെരി ലോ ആണ്. അത് വളരെ കുറവാണ്. അതെന്താണ്? അത് വളരെ കുറവാണ് എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതെന്താ അങ്ങനെ പറയുന്നത്? നോക്ക് നിങ്ങൾ, ഈ പാർട്ടിക്കിളിന്റെ സൈസ് വളരെ കുറവായതുകൊണ്ട് അങ്ങോട്ട് നേരിട്ട് വന്ന് പതിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് കുറച്ച് ആളുകൾ മാത്രം ബൗൺസ് ബാക്ക് ചെയ്ത് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ ഗ്രേറ്റർ ആംഗിൾ ഡീവിയേറ്റ് ചെയ്യുന്നത്. ഇനി മക്കൾ നോക്കിക്കേ, ഈ പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിളിന്റെ സൈസ് വളരെ വലുതായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ചെയ്യുക? ഇത് നേരിട്ട് വന്നാൽ ഇത് ബൗൺസ് ബാക്ക് ചെയ്ത് തിരിച്ചു വരണം, ഇത് വന്നാലോ തിരിച്ചു വരണം, ഇത് വന്നാലോ തിരിച്ചു വരണം, ഇത് വന്നാലോ തിരിച്ചു വരണം, ഇത് തിരിച്ചു വരണം, തിരിച്ചു വരണം. ഒക്കെ എന്താ? ഒക്കെ നേരിട്ട് അങ്ങോട്ട് പോയല്ലേ വീഴുന്നത്. പക്ഷെ ഒരുപാട് പാർട്ടിക്കിള് തിരിച്ചു വരുന്നുണ്ട് എന്നാണോ റുദർഫോർഡിന് കിട്ടിയ ഒബ്സർവേഷൻ? അല്ല, വളരെ കുറച്ച് ആളുകളാണ് തിരിച്ചു വരുന്നത്. എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻ? നമ്മുടെ ആറ്റത്തിലുള്ള പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിളുടെ സൈസ് വളരെ കുറവാണ്. പിടികിട്ടിയ മക്കളെ? യെസ്. അപ്പോൾ ആറ്റത്തിൻ്റെ യഥാർത്ഥ മാതൃക കണ്ടുപിടിക്കാൻ നമ്മുടെ ഏണസ്റ്റ് റുദർഫോർഡ് എന്ത് ചെയ്തു? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ചെയ്തു, അല്ലെങ്കിൽ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് ചെയ്തു. ആ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് പറഞ്ഞു?
അതിൻ്റെ ഒബ്സർവേഷൻ എന്താന്ന് പറഞ്ഞു, അതിൻ്റെ കൺക്ലൂഷൻ എന്താന്ന് പറഞ്ഞു. ഈ കൺക്ലൂഷൻസ് വീണ്ടും നന്നായി പഠിച്ചതിന് ശേഷമാണ് റുദർഫോർഡ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ അവതരിപ്പിക്കുന്നത്. തോംസന്റെ ആറ്റം മോഡലിൽ തോംസൺ കണ്ടുപിടിച്ച ആറ്റത്തിന് തോംസൺ ആറ്റം മോഡൽ എന്ന് പറഞ്ഞു. അപ്പോൾ റുദർഫോർഡിന്റെ ആറ്റം മോഡൽ എന്തായിരിക്കും? റുദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം ആയിരിക്കും, അല്ലെങ്കിൽ റുദർഫോർഡ്സ് ആറ്റം മോഡൽ ആയിരിക്കും അല്ലെ. നോക്ക് നിങ്ങൾ, റുദർഫോർഡ്സ് ആറ്റം മോഡൽ. ഈ റുദർഫോർഡ്സ് ആറ്റം മോഡൽ എവിടുന്ന് കിട്ടുന്നതാ? അദ്ദേഹം നേരത്തെ ചെയ്ത ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഇല്ലേ മക്കളെ, ആ എക്സ്പെരിമെന്റിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കൺക്ലൂഷൻസ് കൂടുതൽ പഠിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ അവതരിപ്പിക്കുന്നത്. ആ ആറ്റം മോഡലിന്റെ പ്രത്യേകത എന്താ? ഇവിടെ നോക്കിക്കേ നിങ്ങൾ. ആ ആറ്റം മോഡലിന്റെ പ്രത്യേകത ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, സിമ്പിൾ ആയിട്ട് പറയാം. ആറ്റത്തിന്റെ അകത്ത് ആരുണ്ട്? പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു റീജിയൻ ഉണ്ട്, അല്ലെങ്കിൽ ആറ്റത്തിന്റെ സെന്ററിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു പാർട്ട് ഉണ്ട്. ആ പാർട്ടിനെയാണ് അദ്ദേഹം എന്ത് വിളിച്ചത് മക്കളെ? ന്യൂക്ലിയസ് എന്ന് വിളിച്ചത്. എന്താ വിളിച്ചത്? ന്യൂക്ലിയസ് എന്ന് വിളിച്ചത്. ക്ലിയർ ആണോ? എന്താ പറഞ്ഞത്? ആറ്റത്തിന്റെ സെന്ററിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനെയാണ് അദ്ദേഹം എന്ത് വിളിച്ചത്? ന്യൂക്ലിയസ് എന്ന് വിളിച്ചത്. എന്താ വിളിച്ചത്? ന്യൂക്ലിയസ്. അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് എന്താ? ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ് അല്ലെ. പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സെന്റർ ഉണ്ട്. അതിനെയാണ് അദ്ദേഹം എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ന്യൂക്ലിയസ്. അദ്ദേഹം അവിടെ നിർത്തുന്നുണ്ടോ? ഇല്ല. അതിനോട് ചേർത്തുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? ഈ ന്യൂക്ലിയസിന് ചുറ്റും എന്താ പറയുന്നത്? ആ ന്യൂക്ലിയസിന് ചുറ്റും എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണുകൾ ഹൈ വെലോസിറ്റിയിൽ റിവോൾവ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് നല്ല വേഗതയിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ റുദർഫോർഡ് പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി വേണമെങ്കിൽ നമുക്കൊരു കാര്യം പറയാം. എന്താ പറയാൻ പറ്റുന്നത്? ഈ ന്യൂക്ലിയസിന്റെ ചാർജ് എന്താ? പോസിറ്റീവാണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? അത് നെഗറ്റീവാണ്. നെഗറ്റീവും പോസിറ്റീവും അടുത്ത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവും? അവർക്കിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ശരിയല്ലേ? അത് ഓപ്പോസിറ്റ് ചാർജുകളാണെങ്കിൽ അവർക്കിടയിൽ അട്രാക്റ്റീവ് ഫോഴ്സ് തീർച്ചയായും ഉണ്ടാവും. അപ്പൊ അതും ആര് പറയുന്നുണ്ട്? നമ്മുടെ റുദർഫോർഡ് പറയുന്നുണ്ട്. ഇനി വേണമെങ്കിൽ മറ്റൊരു കാര്യം പറയാം. ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, കാരണം നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന കാര്യമാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ മറ്റൊരു കാര്യം പറയുന്നത്, ആറ്റത്തിന്റെ സൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്താ? ആറ്റത്തിന്റെ സൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ന്യൂക്ലിയസിന്റെ സൈസ് എന്താണ്? വളരെ ചെറുതാണ് എന്ന് റുദർഫോർഡ് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. എന്താ പറഞ്ഞത്? ആറ്റത്തിന്റെ സൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ സെന്ററിലുള്ള ന്യൂക്ലിയസിന്റെ സൈസ് എന്താണ്? അത് വളരെ കുറവാണ് എന്നുള്ളതാണ്. ഏതുപോലെ നമ്മൾ പറയാറുണ്ട്, വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് മനസ്സിലേക്ക് കൊണ്ടുവന്ന മക്കളെ, വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട്. ആ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ നടുവിൽ നമ്മൾ ഫുട്ബോൾ വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? ആ ഗ്രൗണ്ടിന്റെ വലുപ്പവുമായി കമ്പയർ ചെയ്യുമ്പോൾ ആ ന്യൂക്ലിയസ്, ആ ഫുട്ബോള് എന്താ? വളരെ ചെറുതല്ലേ? അതേപോലെയാണ് നമ്മൾ ആറ്റത്തെ പറയാറുള്ളത്. ആറ്റത്തിന്റെ സൈസുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ആറ്റത്തിന്റെ നടുവിലുള്ള നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ടല്ലോ, അതിന്റെ സൈസ് വളരെ കുറവാണ്. മനസ്സിലായോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് റുദർഫോർഡ് പറയുന്നത് അദ്ദേഹത്തിന്റെ ആറ്റം മോഡലിൽ. ആദ്യം ന്യൂക്ലിയസിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത് ആ ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് ചെയ്യുന്നുണ്ട്. നല്ല സ്പീഡിൽ റിവോൾവ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. അപ്പൊ അവർക്കിടയിൽ സ്വാഭാവികമായും എന്തുണ്ടാവും? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. പിന്നെന്താ പറഞ്ഞത് മക്കളെ? ന്യൂക്ലിയസിന്റെ സൈസ് ആറ്റത്തിന്റെ സൈസുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ചെറുതാണ്. എന്താണ്? വളരെ ചെറുതാണ് എന്നുള്ളതാണ്. ക്ലിയർ ആണോ മക്കളെ പറയുന്നത്? സിമ്പിൾ അല്ലേ?
ഇതാണ് റുദർഫോർഡിന്റെ ആറ്റം മോഡൽ. ഇനി മക്കളെ, നമ്മൾ നേരത്തെ പഠിച്ച തോംസണിന്റെ ആറ്റം മോഡൽ പറഞ്ഞപ്പോൾ അതിന് ആരോ ഒരാളുമായിട്ട് റിസംബ്ലൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആരുമായിട്ടാ? നമ്മുടെ പ്ലം പുഡിങ്ങുമായിട്ട്, വാട്ടർ മെലണുമായിട്ട്. അതേപോലെ നമ്മുടെ റുദർഫോർഡിന്റെ ആറ്റം മോഡലിന് എന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് ഒരു സാദൃശ്യം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആരുമായിട്ടാ? അത് സോളാർ സിസ്റ്റവുമായിട്ടാണ്. സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സൗരയൂഥവുമായിട്ടാണ്. ആരാ മക്കളെ സൗരയൂഥം? സൗരയൂഥം എന്ന് പറഞ്ഞാൽ നടുവിൽ സെന്ററിൽ ആരുണ്ട്? സൂര്യനുണ്ട്, സണ്ണുണ്ട് അല്ലെ. ആ സൂര്യന് ചുറ്റും ഒരുപാട് പ്ലാനറ്റുകൾ, ഒരുപാട് ഗ്രഹങ്ങൾ, ഭൂമിയും ശനിയും ചൊവ്വയും ഉൾപ്പെടെയുള്ള ഒരുപാട് ഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അതല്ലേ നമ്മുടെ സൗരയൂഥത്തിന്റെ സ്ട്രക്ചർ, സോളാർ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ. അങ്ങനെയാണെങ്കിൽ അതേപോലെയാണ് ഈ റുദർഫോർഡിന്റെ ആറ്റം മോഡൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ സൗരയൂഥത്തിൽ നടുവിലുള്ളത് സൂര്യനാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആറ്റം മോഡലിൽ സെന്ററിലുള്ളത് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ് സോളാർ സിസ്റ്റത്തില് അഥവാ സൗരയൂഥത്തില് സണ്ണിന് ചുറ്റും സൂര്യന് ചുറ്റും ആര് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൗരയൂഥവുമായിട്ട് സോളാർ സിസ്റ്റവുമായിട്ട് റുദർഫോർഡിന്റെ ആറ്റം മോഡൽ ഒരു റിസംബ്ലൻസ് കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. എന്താണ് ഒരു റിസംബ്ലൻസ് കാണിക്കുന്നത്? അതുകൊണ്ട് നിങ്ങളിപ്പോൾ പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഇതിന് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഏത് പേരിലാ? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ഏത് പേരിലാ മക്കളെ? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അത് ഇപ്പം പഠിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമുള്ള കാര്യമല്ല. കാരണം നമ്മൾ ഇതൊക്കെ ഒരു വ്യത്യാസവും ഇല്ലാതെ വളരെ ക്ലിയറായി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുകളാണ്. പിന്നെ എന്തിനാ ഇത് പറയുന്നത്? ഇപ്പോൾ അത് പറയുമ്പോൾ സാർ അവിടെ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ കാര്യങ്ങൾ കത്തണം. കാരണം ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചെറിയ രൂപത്തിൽ പഠിച്ചു പോയതാണ്. അതൊന്ന് റീഫ്രഷ് ചെയ്ത് തരുന്നു എന്ന് മാത്രമാണ് ഞാൻ ഈ ഒരു ബ്രിഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ പറഞ്ഞത്? യെസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഈ ആറ്റം മോഡലിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ? ലിമിറ്റേഷൻസ് ഉണ്ടോ മക്കളെ? ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഒന്നാമത്തെ ലിമിറ്റേഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതെന്താ? അത് ഇവിടെയും വരുന്ന പ്രശ്നം എന്താ? സ്റ്റെബിലിറ്റി തന്നെയാണ്. എന്താ മക്കളെ? സ്റ്റെബിലിറ്റി തന്നെയാണ് ഇവിടെയും വരുന്നത്. അതെന്താ? എന്തായിരുന്നു നമ്മുടെ തോംസണിന്റെ പ്രശ്നം? അത് സ്റ്റെബിലിറ്റി അല്ലേ? ആണ്. ഇവിടെയോ? ഇവിടെയും സ്റ്റെബിലിറ്റി തന്നെ. അതെങ്ങനെയാ സ്റ്റെബിലിറ്റി വരുന്നത്? അത് മറ്റൊന്നുമല്ല, നമ്മുടെ മാക്സ്വെൽ എന്ന് പറയുന്ന, ക്ലാർക്സ് മാക്സ്വെൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു തിയറി ഉണ്ട്. അതിന് മാക്സ്വെൽസ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്നാ പറയാ. എന്താ പറയാ മക്കളെ? മാക്സ്വെൽ. ഇതൊക്കെ കേട്ട് വലിയ സംഭവം വിചാരിക്കണ്ട കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാക്സ്വെൽസ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്നാ പറയാ. എന്ത് തിയറിയാ? മാക്സ്വെൽസ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. ആ മാക്സ്വെല്ലിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ അദ്ദേഹം കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ മക്കളെ? ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് ചുറ്റും മറ്റൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, എന്താണ്? ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് ചുറ്റും മറ്റൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കറങ്ങുന്ന ആൾ എന്ത് ചെയ്യും? തുടർച്ചയായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്താ? ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് എന്ത് എമിറ്റ് ചെയ്യും? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. എന്താ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ നമുക്കൊക്കെ അറിയില്ല, നമ്മൾ പഠിക്കുക. അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എനർജിയാണത്. എന്താണ്? എനർജിയാണ്. അപ്പൊ എനർജിയാണ് എന്ത് ചെയ്യുന്നത്? എമിറ്റ് ചെയ്യുന്നത്. എമിറ്റ് ചെയ്യുന്നതാണ് പുറത്തേക്ക് വിടുക. അപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആള് തുടർച്ചയായിട്ട് എനർജി പുറത്തു വിട്ടാൽ എന്താ ചെയ്യുക? അയാളുടെ എനർജി ഇങ്ങനെ കുറഞ്ഞ് 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 കുറഞ്ഞു വരും അല്ലേ? അപ്പൊ എന്താ മക്കളെ സംഭവിക്കുക? ഇത് ന്യൂക്ലിയസ് ആണ്, ഇലക്ട്രോൺ അല്ലേ കറങ്ങുന്നത്, ഇലക്ട്രോൺ ചാർജഡ് അല്ലേ? അപ്പൊ അയാൾ എനർജി ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ എനർജി ഇങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ് അവസാനം അയാൾ എവിടെ പോയി വീഴും? അല്ലെങ്കിൽ എവിടെ പോയി വീഴണം? ന്യൂക്ലിയസിൽ പോയി വീഴണം. പക്ഷെ ഏതെങ്കിലും ആറ്റത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ? പക്ഷെ മാക്സ്വെല്ലിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം നമ്മുടെ റുദർഫോർഡ് മുന്നോട്ട് വെച്ച ആറ്റം മോഡലിൽ ഇത് സംഭവിക്കണ്ടേ? അത് സംഭവിക്കണം. പക്ഷെ സംഭവിക്കുന്നുണ്ടോ? സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത്
എന്ന ഒരു ചോദ്യം വരുന്ന സമയത്ത് നമ്മുടെ റുദർഫോർഡിന് എന്തില്ല? കൃത്യമായൊരു മറുപടി പറയാനില്ല. എന്തുകൊണ്ട്? അദ്ദേഹം മുന്നോട്ട് വെച്ച ആറ്റം മോഡലിൽ മാക്സ്വെല്ലിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ പറയുന്ന പോലെ ഈ കാര്യം നടക്കുന്നില്ല. അത് നടക്കാതെ നമ്മുടെ ആറ്റം സ്റ്റേബിൾ ആയിട്ട് എന്തുകൊണ്ടാണ് നിൽക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിയുന്നില്ല? നമ്മുടെ റുദർഫോർഡിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് പറയുന്നത്? അദ്ദേഹം സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ വെച്ചോ സ്റ്റെബിലിറ്റിക്ക് കൃത്യമായ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം മക്കൾ മനസ്സിലാക്കണം, തോംസണിന്റെ പ്രശ്നം മെയിനായിട്ട് സ്റ്റെബിലിറ്റി ആയിരുന്നു. അത് പരിഹരിക്കാനാണ് റുദർഫോർഡ് വളരെ റിസ്ക് എടുത്തുകൊണ്ട് വളരെ പഠനങ്ങൾ നടത്തിക്കൊണ്ട് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിന്ന് കിട്ടുന്ന ഒബ്സർവേഷൻസ് കൃത്യമായി പഠിച്ച് അതിൽ നിന്ന് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്ന് ആ കൺക്ലൂഷൻ പിന്നെയും പഠിച്ചിട്ടാണ് ഈ ആറ്റം മോഡൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ തോംസൺ നേരിട്ട അതേ പ്രശ്നമാണ് ആരും നേരിടേണ്ടി വരുന്നത്, നമ്മുടെ റുദർഫോർഡും നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? യെസ്. അപ്പോൾ ഈ ആറ്റം മോഡല് പക്ഷേ ഇത് അദ്ദേഹം ചെയ്തത് വെറുതെ ആയിട്ടില്ല. ഒരുപാട് ഇൻഫർമേഷൻ അദ്ദേഹത്തിന് തരാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ്? അതിനകത്ത് ന്യൂക്ലിയസ് ഉള്ള കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. ആറ്റത്തിന്റെ സൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ സൈസ് വളരെ കുറവാണ് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. ശരിയല്ലേ? ഇങ്ങനെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ തന്നെയാണ് റുദർഫോർഡിനും ഉള്ളത്. പക്ഷേ അവതരിപ്പിച്ച ആറ്റം മോഡലിൽ ഇങ്ങനെയുള്ള ചില പോരായ്മകൾ ഉണ്ട് എന്നുള്ളത് അതൊരു വാസ്തവമായ കാര്യവുമാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കിത് മതിയോ മക്കളെ? ഇല്ല. തോംസൺ കഴിഞ്ഞു, റുദർഫോർഡ് കഴിഞ്ഞു, ഇനി അടുത്ത ആറ്റം മോഡലിലേക്ക് പോവാണ് മക്കളെ. ഈ അടുത്ത ആറ്റം മോഡലിന്റെ പേര് മക്കൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഏതാണ്? അത് ബോർ മോഡൽ ഓഫ് ആറ്റം ആണ്. എന്ത് ആറ്റമാണ് മക്കളെ? ബോർ മോഡൽ ഓഫ് ആറ്റം. ഈ ബോർ മോഡൽ ഓഫ് ആറ്റം പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ? നമ്മുടെ +1 രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, സ്ട്രക്ചർ ഓഫ് ആറ്റം. ആ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ തോംസൺ പഠിക്കുന്നുണ്ട്, റുദർഫോർഡ് പഠിക്കുന്നുണ്ട്, ആൽഫ സ്കാറ്ററിംഗ് പഠിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ, ചെറിയ രൂപത്തിൽ പറഞ്ഞതാണ്. ഇനിയോ അതിനുശേഷം ആരാ ഉള്ളത്? അതിനുശേഷം ബോറാണ്. പക്ഷെ ആ ബോറിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ, റുദർഫോർഡിന്റെ ആറ്റം മോഡൽ കഴിഞ്ഞ് ബോറിന്റെ ആറ്റം മോഡലിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരുപാട് വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ട്. ആ ബോറിന്റെ ആറ്റം മോഡലിലേക്ക് പെട്ടെന്നൊരു ദിവസം അദ്ദേഹം എന്നാൽ ഞാനൊരു ആറ്റം മോഡൽ പറയാം എന്ന് പറഞ്ഞതും പാടിയതും അല്ല. മറിച്ച് എന്താ? ഒരുപാട് പഠനങ്ങൾ അദ്ദേഹം മാത്രമല്ല മറ്റു പല സയന്റിസ്റ്റുകളും നടത്തിയ പല ഡെവലപ്മെന്റുകളും പല കണ്ടുപിടുത്തങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നീൽസ് ബോർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ അവതരിപ്പിക്കുന്നത്. അതിനെയാണ് നമ്മൾ ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മൾ ഇന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് സാധാരണ വരക്കുന്ന ആറ്റം മോഡലില്ലേ, അതൊരു പരിധി വരെ ശരിക്ക് ആര് ആറ്റം മോഡലാണ്? ബോർ മുന്നോട്ട് വെക്കുന്ന ആറ്റം മോഡലാണ്. ക്ലിയർ ആണല്ലോ? എന്താ ബോർ പറയുന്നത്? ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒക്കെ നമ്മളെ കാത്തിരിക്കുക +1 കേട്ടോ. എന്താ മക്കളെ ബോർ പറയുന്നത്? ബോർ ആദ്യം തന്നെ പറയുന്നത് എന്താ? ഒരു ആറ്റം നമ്മൾ എടുത്താൽ ആറ്റത്തിന്റെ സെന്ററിൽ ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. അത് ബോർ പറയണ്ട, അത് നമുക്ക് റുദർഫോർഡ് ഓൾറെഡി പറഞ്ഞു തന്നതാ. പക്ഷെ എന്താ ബോർ പറയുന്ന മറ്റൊരു കാര്യം? ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഇങ്ങനെ നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട് എന്നല്ലേ നമ്മുടെ റുദർഫോർഡ് പറഞ്ഞത്. പക്ഷേ ബോർ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെ മോഡിഫൈ ചെയ്യുന്നത്? ഇലക്ട്രോൺ നല്ല സ്പീഡിൽ ഇങ്ങനെ വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ല. ഏതിലൂടെയാ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഈ ന്യൂക്ലിയസിന് ചുറ്റും ഫിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് പാത്തുകളുണ്ട്. ആ പാത്തിലൂടെയാ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യത്തെ പാത്ത്, ഇത് രണ്ടാമത്തെ പാത്ത്, ഇത് മൂന്നാമത്തെ പാത്ത്, നാലാമത്തെ പാത്ത്. അങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും കൃത്യമായിട്ടുള്ള പാതയിലൂടെയാണ് ആര് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത്? ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ബോർ പറയുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്. എന്താണ്? ഈ പാത്തുകളില്ലേ, ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പാത്തുകളില്ലേ,
ആ പാത്തിനെ എന്താ വിളിക്കുക? അത് മക്കൾ ഓൾറെഡി പഠിച്ചതാണ്. അതിനെയാണല്ലോ മക്കളെ നമ്മൾ ഷെല്ലുകൾ എന്ന് വിളിക്കുക, അല്ലെ? ഷെൽസ്. അല്ലെങ്കിൽ അതിനെയാണല്ലോ നമ്മൾ ഓർബിറ്റ്സ് എന്ന് വിളിക്കുക. എന്താ മക്കളെ വിളിക്കുക? ഷെൽസ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ഓർബിറ്റ്സ് എന്നാണ് വിളിക്കുക. ഇനി ഒരു കാര്യം, ആദ്യത്തെ ഷെല്ല് ഏതാ? ആദ്യത്തെ ഷെല്ല് കെ ഷെല്ലാണ്, പിന്നെ എൽ ഷെല്ലാണ്, എം ഷെല്ലാണ്, എൻ ഷെല്ല്, അങ്ങനെ പോവും. ഇതൊക്കെ മക്കൾക്ക് അറിയുന്ന കാര്യമാണ് എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് അത് തോന്നിയ പോലെ റിവോൾവ് ചെയ്യല്ല, മറിച്ച് എന്താ, അതിന് ഫിക്സ്ഡ് ആയിട്ടുള്ള പാത്തുണ്ട്. മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ പാത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റുകൾ എന്നൊക്കെ വിളിക്കുന്നത്. പിന്നെ ഓർബിറ്റിനകത്ത് അല്ലെങ്കിൽ ഷെല്ലുകൾക്കകത്ത് സബ് ഷെല്ലുകൾ ഉണ്ട്. ഓരോ സബ് ഷെല്ലുകളും എത്ര ഇലക്ട്രോണുകളാണ് ഒക്യുപ്പൈ ചെയ്യുന്നത് ഒക്കെ മക്കള് മുന്നേയുള്ള ബ്രിഡ്ജ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? യെസ്. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ കാര്യം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മക്കളെ, നമ്മുടെ ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും, ഞാൻ ബോറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നില്ല, നമ്മൾ പഠിക്കും. ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും, അഥവാ ആദ്യത്തെ ഷെല്ലിൽ നിന്ന് രണ്ടാമത്തെ ഷെല്ല്, പിന്നെ 3, പിന്നെ 4, പിന്നെ 5, അങ്ങനെ പോകുന്നതിനനുസരിച്ച് എനർജിക്ക് എന്താ സംഭവിക്കുന്നത്? എനർജി കൂടുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനർജി കുറയുകയാണോ ചെയ്യുന്നത്? മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഐഡിയ മക്കൾ നോട്ട് ചെയ്യണം. ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എന്താ മക്കളെ? ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ്, ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എനർജിയും കൂടുന്നുണ്ട് മക്കളെ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺ എവിടെയാ ഉള്ളത്? ഒന്നാമത്തെ ഷെല്ലിലാണ് ഉള്ളത്, അഥവാ കെ ഷെല്ലിലാണ് ഉള്ളത്. മറ്റൊരു ഇലക്ട്രോൺ നിങ്ങൾ എടുക്കുന്നത് എം ഷെല്ലിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ഇലക്ട്രോൺ എവിടെയും ഒരു ഇലക്ട്രോൺ ഇവിടെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ആദ്യത്തേത് ഫില്ല് ചെയ്യണം, 2 ഫില്ല് ചെയ്യണം, അങ്ങനെ ഫില്ല് ചെയ്തിട്ടാ പോവുക. അതൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ പഠിച്ചതാണ്. ഞാൻ എടുക്കുന്ന ഒരു ഇലക്ട്രോണ് ഒന്നാമത്തെ ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺ ആണ്, പിന്നെ 3ാമത്തെ ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺ ആണ്. ആർക്കാണ് കൂടുതൽ എനർജി ഉണ്ടാവുക? ആർക്കാണ് കൂടുതൽ എനർജി ഉണ്ടാവുക? ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഡിസ്റ്റൻസ് കൂടുതലുള്ളത് ആർക്കാണ്? 3ാമത്തെ ഷെല്ലിലേക്കാണ്. അപ്പൊ അയാൾക്കാണ് എനർജി കൂടുക. ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും അവരുടെ എനർജി ഇങ്ങനെ കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി മക്കളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു ഇലക്ട്രോൺ നമുക്ക് എടുക്കാം. ഏതാ ഇലക്ട്രോൺ? അത് 2ാമത്തെ ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കുക. ആ 2ാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺ വേറെ എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ 1ലേക്ക് വരുന്നുണ്ടോ? 1ലേക്ക് വരുന്നുണ്ടോ? ഇല്ല. അയാൾ 3ലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. അയാൾ വേറെ എങ്ങോട്ടും പോകുന്നില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? അയാളുടെ ആ 2ാമത്തെ ഷെല്ലിൽ ഇരുന്ന് ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വേറെ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് ഒരു ഓർബിറ്റ് ഉണ്ട്. ഏതാ? 2ാമത്തെ ഓർബിറ്റ്, അഥവാ 2ാമത്തെ ഷെല്ല്. ആ ഷെല്ലിൽ ഇരുന്നു കൊണ്ട് ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുക. ഇതാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ 2ാമത്തെ ഷെല്ലിലെ ഇലക്ട്രോൺ ചെയ്യുന്നത്. ആ ഇലക്ട്രോണിന്റെ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. എന്താ മക്കളെ? ആ ഇലക്ട്രോണിന്റെ എനർജി കൂടാനും പോകുന്നില്ല, കുറയാനും പോകുന്നില്ല. ഒരു ഓർബിറ്റിൽ ഇരുന്നു കൊണ്ട്, ഒരു ഷെല്ലിൽ ഇരുന്നു കൊണ്ട് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിന്റെ എനർജി ഒരു കാരണവശാലും ചേഞ്ച് ചെയ്യില്ല. അത് കൂടുന്നില്ല, അത് കുറയുന്നില്ല. പിന്നെ മക്കളെ, നമ്മുടെ ഈ ഇലക്ട്രോണ് 1ലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ 3ലേക്ക് പോകുമ്പോഴൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കും. ഇവിടെ എന്താ മക്കൾ നോട്ട് ചെയ്യേണ്ടത്? ഒരു ഇലക്ട്രോണ് വേറെ എങ്ങോട്ടും പോകുന്നില്ലെങ്കിൽ അയാളുടെ ഷെല്ലിൽ തന്നെ ഇരുന്ന് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ എനർജി കോൺസ്റ്റന്റ് ആണ്, അത് മാറുന്നേയില്ല എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബോറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. പക്ഷെ ഞാനിത് പറയുന്നില്ല. കാരണം എന്താ? അതൊക്കെ നമ്മൾ +1 ആ ഓർഡറിൽ പഠിക്കുന്നതാണ് നല്ലത്. പക്ഷേ നമ്മളിപ്പോൾ 3 ആറ്റം മോഡൽ അല്ലേ പറഞ്ഞത്? അത് 3 നമ്മൾ അവിടെ പഠിക്കുന്നതാ. ഇത് 3 നമ്മൾ എവിടെ പറഞ്ഞതാണ്? ചെറിയ ക്ലാസ്സിൽ പറഞ്ഞതാണ്, പഠിച്ചതാണ്. ക്ലിയർ അല്ലേ പറയുന്നത്? യെസ്. അപ്പോൾ മക്കളെ, എന്താണ്
ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. മക്കൾ ഒന്ന് അറ്റൻഷനിലിരുന്നേ. യെസ്. എന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യ്. യെസ്. എന്താ ആദ്യം പറഞ്ഞത് സബ് അറ്റോമിക് പാർട്ടിക്കിളിനെ കുറിച്ചാ. എന്താ സബ് അറ്റോമിക് പാർട്ടിക്കിള്? ഒരു ആറ്റത്തിനകത്തുള്ള പാർട്ടിക്കിളുകളെ ഒക്കെ വിളിക്കുന്ന പേരാണ് സബ് അറ്റോമിക് പാർട്ടിക്കിള്. ഏതൊക്കെയാ ഉള്ളത്? ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. എവിടെയാണ് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്? അത് ന്യൂക്ലിയസിന്റെ അകത്താണ്. ന്യൂക്ലിയസിന്റെ ചാർജ് എന്താ? പോസിറ്റീവാ. എവിടെ ഇലക്ട്രോൺ ഉള്ളത്? അത് ന്യൂക്ലിയസിന് ചുറ്റും ഒരുപാട് ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റുകൾ ഉണ്ട്, അവിടെയാ ഉള്ളത്. ആണല്ലോ മക്കളെ? യെസ്. പിന്നെ എന്താ പറഞ്ഞത്? ആദ്യത്തെ ആറ്റം മോഡല് തോംസണിന്റെ ആറ്റം മോഡലാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? ആറ്റം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള ഒരു സ്ഫിയർ ആണ്. അതിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ യൂണിഫോമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ? പക്ഷെ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ട്. സ്റ്റെബിലിറ്റി ഒന്നും പറയാൻ പറ്റുന്നില്ല. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യഥാർത്ഥ ആറ്റം മോഡൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏണസ്റ്റ് റുദർഫോർഡ് വരുന്നു. അദ്ദേഹത്തിന്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ചെയ്യുന്നു. എന്നിട്ടോ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. മക്കളെ മനസ്സിലുണ്ട്, അല്ലെ? യെസ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ അവതരിപ്പിക്കുന്നു. അവിടെയും പല പ്രശ്നങ്ങളും വരുന്നു. അത് ക്ലിയർ ചെയ്യാനാണ് ബോർ വരുന്നത്. ബോറിന്റെ ആറ്റം മോഡലാണ് നമ്മളിപ്പോൾ ചെറിയ രൂപത്തിൽ മനസ്സിലാക്കിയത്. ഇത് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആറ്റം മോഡലാണോ? ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു ആറ്റം മോഡലാണോ? ഒരിക്കലുമല്ല. ഇവിടെയും എന്തുണ്ട്? ലിമിറ്റേഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ മക്കളെ. അപ്പൊ ഈ ഒരു പാർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊക്കെ മനസ്സിലായോ? ക്ലിയർ കട്ടായി മനസ്സിലായോ? യെസ്. അപ്പൊ ഇത് ആർക്കെങ്കിലും മനസ്സിലാവാത്ത ഏതെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ്, ഞാൻ ക്ലിയർ ചെയ്തു തരും. ഇനി വേറൊരു കാര്യം, ഒരു പ്രശ്നവുമില്ല. എന്താണ്? നിങ്ങൾ പഠിച്ച കാര്യം ഒന്ന് റീഫ്രഷ് ചെയ്തല്ലോ. നിങ്ങൾ മറന്നുപോയ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നല്ലോ. അതേ നമ്മളോട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ ഇതേപോലെ ഇതിനേക്കാളും ഡീറ്റെയിൽഡ് ആയിട്ട് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ടൈം ഗ്യാപ്പും വരുത്താതെ, നീട്ടിവെക്കാതെ, എടുക്കുന്നത് പെട്ടെന്ന് തന്നെ പഠിക്കുക. ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഈ 2 വർഷത്തെ കൊണ്ടുപോകണം കേട്ടോ. നമ്മൾ ഈ 2 വർഷം കഴിയുന്നതോട് കൂടെ തന്നെ നമ്മൾ JEE എഴുതിയെടുത്ത്, നീറ്റ് എഴുതിയെടുത്ത് നമ്മൾ ഉദ്ദേശിച്ച കോളേജിൽ എത്തിച്ചേരാൻ നമുക്ക് കഴിയണം. മനസ്സിലായല്ലോ പറയുന്നത്? അപ്പോൾ ആ ലെവലില്, ആ കോൺഫിഡൻസ് ലെവലില് നമ്മൾ ഉണ്ടാവണം. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.